ശ്രീവിദ്യനെ കുറിച്ച് കുറച്ച് പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീവിദ്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ഒരു കാര്യം പോലും നടക്കാത്ത ഒരു വ്യക്തിന് ശ്രീവിദ്യ. അതിനുദാഹരണം ആദ്യം കമലഹാസനെ സ്നേഹിച്ചു, അത് നടന്നില്ല. അതിന് അമ്മയാണ് തടസ്സം നിന്നത്. ഒരു ദിവസം മുഴുവൻ കമലഹാസൻ ശ്രീവിദ്യയുടെ വീട്ടിൽ ഇരുന്നിട്ട് യാചിച്ചു അമ്മോട്, അമ്മ ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ട്. ശ്രീവിദ്യ അമ്മ സമ്മതിക്കാണ്ട് കല്യാണത്തിന് സമ്മതിക്കില്ല. അപ്പോൾ അമ്മ പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, മക്കളെ നിങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ഭാവിയുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയുടെ ഉയരത്തിലെത്തട്ടെ, അന്ന് നിങ്ങൾക്ക് ഈ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് അന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് കമലഹാസനെ അന്ന് പറഞ്ഞയച്ചതാണ്. പിന്നെ കമലഹാസനെ ആ ഒരു ബന്ധം അവിടെ വെച്ച് അന്ന് അവസാനിച്ചു. പിന്നെ നമുക്കറിയാലോ വേറെ ആൾ കല്യാണം കഴിച്ചു. അത് നമുക്ക് അവിടേക്ക് നമുക്ക് ഇനി കടക്കേണ്ട കാര്യമില്ല, നമുക്കിതിപ്പോൾ പുതിയൊരു കാര്യമാണല്ലോ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് അവിടേക്ക് കടക്കാം. ശ്രീവിദ്യക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയമൊക്കെ നിർത്തി അതോടുകൂടി അമേരിക്കയിൽ പോയി ഇപ്പോൾ യേശുദാസ് അവിടെ പോയി ജീവിക്കുന്ന പോലെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വലിയ ആഗ്രഹമാണ്. അത് നടന്നില്ലെങ്കിൽ പിന്നെ അഭിനയമൊക്കെ നിർത്തി കുറച്ച് പ്രായമാകുമ്പോൾ സത്യസായിബാബയുടെ ആശ്രമത്തിൽ പോയി ജീവിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വിധി അനുവദിച്ചില്ല. അപ്പോഴേക്കും ക്യാൻസർ വന്നു. അപ്പോൾ പിന്നെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കൈവിട്ടു പോയി. സുന്ദരിയായ നമ്മുടെ ശ്രീവിദ്യയുടെ ആ നല്ല കാർക്കൊന്തൽ അതൊക്കെ കൊഴിഞ്ഞു പോയി, വയറ് വീർത്തു, സൗന്ദര്യമൊക്കെ പോയി, വലിയ കണ്ണിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു. ശ്രീവിദ്യക്ക് മനസ്സിലായി ഇനി നമുക്ക് സിനിമയിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല, ജീവിതത്തിൽ പോലും ഇനി ഒരു തിരിച്ചു പോക്ക് നമുക്കില്ല എന്നുള്ളത് ശ്രീവിദ്യക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആകെ ഒരു ആഗ്രഹം മാത്രം മൂപ്പർക്ക് ബാക്കിയുണ്ട്. അവസാന കാലത്ത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല, ഗണേഷ് കുമാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഗണേഷ് കുമാറുടെ ആഗ്രഹം പറഞ്ഞു എനിക്ക് കമലഹാസനൊന്ന് കാണണം എന്നുള്ളത്. കമലഹാസൻ വന്നു, ആശുപത്രിയിൽ കണ്ടു, അവർ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് കമലഹാസൻ മടങ്ങിപ്പോയി. ആ ആഗ്രഹം മാത്രം നടന്നു, വേറൊരു ആഗ്രഹം നടന്നില്ല. പിന്നെ ഗണേശനോട് പറഞ്ഞു എൻ്റെ ഒരുപാട് സ്വത്തുകളുണ്ട്, എനിക്ക് മദ്രാസിൽ വലിയൊരു വീടുണ്ട്, ആ വീട് വിൽക്കുക. ഇവിടെ കേരളത്തിൽ എനിക്ക് വീടുണ്ട്, ആ വീട് വിൽക്കുക. എൻ്റെ ബാങ്കിൽ ഒരുപാട് കാശുണ്ട്, അവിടെ കുന്നുകൂടിയ കാശുണ്ട്, അതെടുക്കുക. ഞാൻ ഒരുപാട് സ്വർണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഇട്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ ലോക്കറിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്. ഇതെല്ലാം കൂടി വിറ്റിട്ട് എൻ്റെ പേരിൽ ഒരു നൃത്തവിദ്യാലയം, പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു നൃത്തവിദ്യാലയം തുടങ്ങണം. എനിക്ക് ആരും വിശ്വാസമില്ല, ഗണേശനെ മാത്രമേ വിശ്വാസമുള്ളൂ. ഗണേശനെ പണ്ട് മുതലേ ഇരകൾ എന്ന് പറഞ്ഞൊരു സിനിമ തൊട്ടേ ഗണേശനെ അറിയണതാണ്. ഗണേശനാ ചോദിച്ചു രൂപ പറ്റിക്കില്ലോ എന്നറിയാം. ഗണേശൻ തന്നെ രാജകുമാരൻ്റെ മകനാണ്. കോടികൾ കണ്ട് പണ്ട് ബെൻസ് കാറിലെ മുമ്പൊരു കോളേജിൽ പോയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളാണ്. പിന്നെ അവർ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഏൽപ്പിച്ചു. അത് ഏൽപ്പിച്ചിട്ടാണ് കഷ്ടപ്പെട്ട് അത്രയധികം വേദന സഹിച്ചിട്ടാണ് ശ്രീവിദ്യ മരിച്ചത്. ശ്രീവിദ്യ മരിച്ചപ്പോൾ ശ്രീവിദ്യയുടെ സ്വത്തിന് ഒരുപാട് ആൾക്കാർ ആയി. ചേട്ടന്മാർ, അനിയന്മാർ, അവരെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ വന്നിട്ട് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് വഴക്കൂടി, എൻ്റെ പെങ്ങളുടെ സ്ഥലം നീ കൈവശം വെച്ചിരിക്കുക, ഞങ്ങൾ കേസ് കൊടുക്കും, നിന്നെ കോടതിയെ കയറ്റും, നിനക്കൊരു അർഹതയില്ല ഈ സ്വത്തൊക്കെ നിനക്ക് കയ്യിൽ വെച്ചിരിക്കാനായിട്ട്, എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഗണേഷ് കുമാറിനെ ഭീഷണിപ്പെടുത്താനും മറ്റുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഗണേഷ് കുമാറിന് മനസ്സിലായി ഇനി ശ്രീവിദ്യയുടെ ആഗ്രഹം നടക്കില്ല, എനിക്കായിട്ട് നടത്താൻ പറ്റില്ല. എന്തുണ്ടായി, എല്ലാ സ്വത്തുക്കളും ഗവൺമെൻറ്റിന് എഴുതി കൊടുക്കുക. ഗണേഷ് കുമാർ കഴുകി. അല്ലെങ്കിൽ അത് ഗണേഷ് കുമാറിൽ ഇരുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ശ്രീവിദ്യയുടെ ആഗ്രഹം നടന്നേനെ. അത് ഗവൺമെൻറ്റിലേക്ക് ആ സ്വത്തുകളൊക്കെ ചെന്ന് പെട്ടോടുകൂടി ഒന്നും നടന്നില്ല. മദ്രാസിലെ കോടികൾ വിലയുള്ള ആ വീട് കോർപ്പറേഷന് ടാക്സ് അടയ്ക്കാണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ അവിടെ കൊണ്ടുപോയിട്ട് ജപ്തി നോട്ടീസ് വെച്ച് നോക്കുക. അതും അങ്ങനെ തന്നെ പോകും, വേറൊരു രക്ഷയില്ല. ആരെയും അവിടെ ടാക്സ് അടച്ചത് തിരിച്ചെടുക്കുക ഒന്നുമില്ല. തിരുവനന്തപുരത്താണ് ഇപ്പോൾ വലിയൊരു വീടുള്ളത്. ആ വീട് ശ്രീവിദ്യ ഒരുപാട് വൃത്തിയുള്ള ഒരു ആളാണ്. എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം, വീട് വൃത്തിയായിരിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, നല്ല രീതിയിൽ നടക്കണം, എപ്പോഴും നല്ല വൃത്തിക്ക് നടക്കണം. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയുടെ അവസാന വാക്കാണ് ശ്രീവിദ്യ എന്ന് പറയും. എന്നിട്ട് ശ്രീവിദ്യയുടെ വീടോ, ആ വീട്ടിൽ പിന്നെ ശ്രീവിദ്യ ഒരുപാട് വൃത്തി നോക്കി വളരെ ഇതാക്കി കൊണ്ടു നടന്ന വീട് ആരും നോക്കാനില്ലാണ്ട് കാട് പിടിച്ച് ആകെ വൃത്തികേടായി. അവിടെ ഒരു തുളസിത്തറയുണ്ട്, എന്നും ഒഴിവ് കിട്ടുമ്പോൾ ഒക്കെ അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ല. അവിടെ വിളക്ക് വയ്ക്കാൻ ആളില്ല. വീടൊക്കെ ചെതല് പിടിച്ചു, ആകെ മാറാമ്പല പിടിച്ചു, കാട് പിടിച്ചു, ഒരാൾ പോലും നോക്കാതെ.
ഗണേഷ് കുമാറിന് ഇതൊക്കെ ഒന്നും നോക്കാൻ നേരമില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പല പല ശബ്ദങ്ങൾ കേൾക്കുക. തൊട്ട് അപ്പുറത്തും വീടുണ്ട്, ബാക്കിലും വീടുണ്ട്. പല പല ശബ്ദങ്ങൾ കേൾക്കുക. ചിലങ്കയുടെ ശബ്ദം കേൾക്കുക, അലർച്ച കേൾക്കുക, തട്ടും മുട്ടും കേൾക്കുക. അവർക്കത് അവിടെ കിടന്ന് പറക്കാൻ തൊഴിലില്ലാണ്ടായി അടുത്തുള്ള ആൾക്കാർക്ക്. അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീവിദ്യയുടെ ആത്മാവാണ്. അവസാന കാലം മരിച്ചത് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാണ്ട് മരിച്ചൊരു ആത്മാവാണ്. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ പോലും നടത്തിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഗണേശനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഗതി ഉണ്ട്, അതൊന്ന് എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗണേശനെ സീമാജി നായരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ആകെ വൃത്തികേടായി എടുക്കുക, ഒന്ന് വൃത്തിയാക്കി ക്ലിയറാക്കി അവിടെ എന്നും വൃത്തിയാക്കിയിടാനുള്ള ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞു. സീമാജി നായർ ഇവിടെ വന്നു നോക്കിയപ്പോൾ ആ കലങ്കോലപ്പെട്ട് കിടത്ത് നോക്കുക. അങ്ങനെ 4-5 ആൾക്കാരെ നിർത്തി അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴുകി എല്ലാം ശരിയാക്കി ആ തുളസി തറയിൽ വിളക്കും വെച്ചു. അതിനൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ വളരെ ഡീസൻ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അന്ന് മുതൽ ഒരു ശബ്ദം അടുത്തുള്ളവർ കേൾക്കാനില്ല, ഒരു ചിലങ്കാര ശബ്ദം കേൾക്കാനില്ല, ഒരു തട്ടുമുട്ടും കേൾക്കാനില്ല, ഒരു അലർച്ച കേൾക്കാനില്ല, ഒന്നും കേൾക്കാനില്ല. അപ്പോൾ അത് ആത്മാവിന് അവിടെ വൃത്തികേടായി കിടക്കുന്നത് ഇഷ്ടമല്ല. ആ വീട് വിട്ട് ശ്രീവിദ്യയുടെ ആത്മാവ് എങ്ങോട്ടും പോയിട്ടുമില്ല, അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ ഒരുപാട് ഒരുപാട് സിനിമേനെ സ്നേഹിക്കുന്ന ആളാണ്, സിനിമ ഒരുപാട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇത്രയും കാശും കാര്യങ്ങളും ഒക്കെ അവിടെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുള്ളതാണ് ശ്രീവിദ്യ. അപ്പോൾ ആ ശ്രീവിദ്യയുടെ ആഗ്രഹപ്രകാരം അത് നല്ലൊരു നൃത്തവിദ്യാലയമാക്കി, അതൊരു മ്യൂസിയമാക്കി, പാവപ്പെട്ട കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാനുള്ള ഒരു വലിയൊരു ശ്രീവിദ്യയുടെ ആഗ്രഹം പോലെ അത് നടത്തി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് കിരീടത്തിലൊരു പൊൻതൂവലായിട്ട് മാറും. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സലീം കുമാറിന് സ്മാരകം ഉണ്ടാക്കുന്നത് അത് വളരെ വിപുലമായിട്ടുള്ള സ്മാരകമാണ്, വെറുതെ ഒരു പ്രതിമ വയ്ക്കുകയല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് എന്നും ഓർക്കാൻ പറ്റിയുള്ള ഒരു കാര്യമായിട്ട് മാറും. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് കിട്ടും. അത് നമുക്ക് അന്നത്തെ മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ പോലും ഉണ്ടായിട്ട് പോലും ഗണേഷ് കുമാർ നടക്കാത്തൊരു കാര്യം. അത് ഗണേഷ് കുമാർ മാത്രം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ മിണ്ടാണ്ടിരുന്നത്. മൂപ്പര് പലപ്പോഴും പറഞ്ഞു, പക്ഷെ അതൊന്നും നടന്നില്ല. ആൾക്കാർക്ക് അതിലേക്കല്ല താല്പര്യം. അപ്പോൾ ഇനിയെങ്കിലും ഇതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.